ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ്. ഇത് ഒരു കഥയാണ്. അപ്പോൾ ഇതൊരു വലിയ കഥയാണ്. അത് വളരെ ചെറിയ രൂപത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആണ് പെലെയോ, എലിസിൻഡ, ഓൾഡ് മാൻ. ഈ പെലെയോ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ആളുടെ വൈഫാണ് എലിസെൻഡ. പിന്നെ ഇതിലേക്ക് വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഓൾഡ് മാൻ അഥവാ ഏഞ്ചൽ. ഓക്കെ, ഇനി നമുക്ക് കഥയുടെ സമ്മറി നോക്കാം. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുരുക്കമായിട്ടുള്ള വേർഷനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യമല്ല, ടെക്സ്റ്റിനെ ഷോർട്ടൻ ചെയ്തിട്ടുള്ള ഫോമിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക. കൂടെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സമ്മറി കൊടുക്കുന്നത്. പെലെയോ, എലിസിൻഡ ഇവർ രണ്ടുപേരും സീയുടെ അടുത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം നന്നായിട്ട് മഴയൊക്കെ പെയ്തൊരു ദിവസം എന്ത് ചെയ്യാണ് നമ്മുടെ പെലെയോ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീടിന്റെ തൊട്ടടുത്തായിട്ട് മണലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞല്ലോ സീയുടെ സൈഡിലാണെന്ന്. അപ്പോൾ അവിടെ എന്തോ ഒന്ന് മണ്ണിൽ ഇങ്ങനെ അനങ്ങുന്നത് പോലെ കണ്ടു. അപ്പൊ പോയി നോക്കുന്ന സമയത്ത് ഒരു ഓൾഡ് ആയിട്ടുള്ള നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ മണ്ണിൽ കിടക്കുന്നത്. അപ്പോൾ അയാള് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം ആ വയസ്സായിട്ടുള്ള ആ ഒരു ആൾക്ക് വലിയ വിങ്സ് ഉണ്ടായിരുന്നു. ആ ഹ്യൂജ് വിങ്സ് മഡിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്, കുടുങ്ങി കിടക്കുകയാണ്. പെട്ടെന്ന് കണ്ട പെലെയോ പേടിച്ചിട്ട് ആളുടെ വൈഫായിട്ടുള്ള എലിസിൻഡയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് എലിസിൻഡയുടെ അടുത്തേക്ക് പോയിട്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്ത് എലിസിൻഡ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടെ എലിസിൻഡയുടെ അവർക്ക് രണ്ടുപേരുടെയും ഒരു ചെറിയ മകനുണ്ട്. അവന് സിക്കാണ്, വയ്യാത്ത കുട്ടിയാണ്. ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എലിസെൻഡ. അങ്ങനെ ഇത് പറഞ്ഞതിനു ശേഷം എലിസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പെലെയും കൂടെ പോയിട്ട് ഓൾഡ് മാൻ കടന്നിരുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കി. ആ സമയത്ത് ആളെ കാണാൻ ഒരു പുവർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളില്ലേ, റാക്ക് പിക്കേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെയുള്ള ആളുകളെ പോലെയാണ് ആളെ കണ്ടപ്പം തോന്നിയത്. ആൾക്ക് ഒരുപാട് മുടിയൊന്നും തലയിലില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് ടീത്താണ് ഉള്ളത്. കാണുന്ന സമയത്ത് തന്നെ നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിലാണ്, നനഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് ആ ഗ്രാൻഡ്പ അല്ലെങ്കിൽ ആ വയസ്സായിട്ടുള്ള ആള് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാളുടെ വലിയ ഡേർട്ടി ആയിട്ടുള്ള, അതായത് ചെളിയിലൊക്കെ പൂണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ആ വിങ്സ്, ചിറകുകള് ഒരു ബിഗ് ബേർഡിന്റെ വിങ്ങിനെ പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. വലിയ ഒരു പക്ഷി, അതിന്റെ കുറച്ച് ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള പോലെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇതാരാണെന്നോ അങ്ങനെയൊന്നും മനസ്സിലായില്ല. അവർക്ക് ആ ഒരു ആളെ കണ്ടപ്പോ ഇങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ തോന്നി. അതായത് അറിയുന്ന പോലെ, ആരോ അറിയുന്ന ആളെ പോലെ ഇങ്ങനെ തോന്നി. അങ്ങനെ ആള് അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പെലെയോ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആള് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഹി ആൻസേർഡ് ഇൻ എ സ്ട്രേഞ്ച് ലാംഗ്വേജ് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് എ സെയിലർ ടോക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഷിപ്പിലൊക്കെ കച്ചവടം ചെയ്യുന്ന, അങ്ങനെ സെയിലേഴ്സ് ഉണ്ടാവുമല്ലോ ഷിപ്പിൽ യാത്ര ചെയ്യുന്നേ, അങ്ങനെയുള്ള ഒരാളെ പോലെയാണ്. ആളുടെ വാക്കുകളൊന്നും അങ്ങോട്ട് ക്ലിയർ ആയില്ല. അവർ പറയുന്ന കാര്യങ്ങളൊന്നും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവാതെ ഉള്ള ഒരു ടോണിലായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എലിസിന്റെയും പെലെയും വിചാരിച്ചത് ഇവരെ ഒരു ഷിപ്പ്‌റക്ക് കാരണം, അല്ലെങ്കിൽ ഈ ഷിപ്പൊക്കെ എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള ആളുകളൊക്കെ കരയ്ക്കെത്തില്ലേ, അതുപോലെയുള്ള ഏതെങ്കിലും ആൾ ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടേക്ക് എത്തിയതായിരിക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ അടുത്തുള്ള അവരുടെ നെയ്ബേഴ്സിനെ, അയൽവാസികളെയൊക്കെ വിളിച്ചു. അതിലുള്ള ഒരു വുമൺ വന്നു. എന്നിട്ട് ആ ഒരു ആളെ നോക്കിയ സമയത്ത് തന്നെ അവര് പറഞ്ഞു, ഇതൊരു ഏഞ്ചലാണ്, ഇതൊരു മാലാഖയാണ്. അവരെന്തിനാണ് വന്നിട്ടുള്ളത്? നിങ്ങളുടെ സിക്ക് ആയിട്ടുള്ള ചൈൽഡിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ യു, യുവർ സിക്ക് ചൈൽഡ്, ബട്ട് ഹി ഈസ് സോ ഓൾഡ് ആൻഡ് വീക്ക് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. ചിലപ്പോ നിങ്ങളുടെ സുഖമില്ലാത്ത മകനെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ഏഞ്ചൽ ആയിരിക്കാം. പക്ഷേ മഴയും അതൊക്കെ കാരണം ആള് വയസ്സായതുകൊണ്ട് ചിലപ്പം ഇവിടെ മണ്ണിൽ
അതിൽ വീണു പോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസമായ സമയത്ത് എല്ലാവരും ഈ കഥ അറിഞ്ഞു. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്നുള്ള കഥ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ എന്താണ് റിയൽ ഏഞ്ചൽ വാസ് ട്രാപ്ഡ് ഇൻ പെലയോസ് ഹൗസ് എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെലയോ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ നിന്നാണ് കേട്ടോ വാച്ച് ചെയ്യണത്. ഒരു കയ്യിലൊരു സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ട്. അങ്ങനെ അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു, പെലയോ എന്ത് ചെയ്തു, ഹി പുൾ ദ ഏഞ്ചൽ ഔട്ട് ഓഫ് ദ മഡ്. ആ ഒരു മണ്ണിൽ നിന്ന് അയാളെ വലിച്ചു കൊണ്ടുപോയി അവിടെ ചിക്കനൊക്കെ, അവരുടെ കോഴീനെയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കോഴിക്കൂടുണ്ട്. ആ ഒരു കൂപ്പിനകത്തേക്ക് അയാളെ കൊണ്ടുപോയി അതിനകത്ത് ലോക്ക് ചെയ്തു. ആ ഒരു കോഴിക്കൂടിൽ ആ കോഴിയുടെ കൂടെ അവരെ ഇട്ടു. അങ്ങനെ സൂൺ ആഫ്റ്റർ പെട്ടെന്ന് their child woke up without a fever and wanted to eat. അങ്ങനെ അവർക്ക് സുഖമില്ലാത്ത അവരുടെ മകനുണ്ടായിരുന്നല്ലോ, അവരുടെ ചൈൽഡ്. ആ ചൈൽഡ് പെട്ടെന്ന് അസുഖമൊക്കെ മാറി അവിടുന്ന് എണീറ്റു. പെലെയും എലിസിന്റെക്കും പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. അങ്ങനെ പെലെയും എലിസിന്റെയും എന്ത് ചെയ്തു, ഇത് ഏഞ്ചൽ വന്നിട്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചതെന്ന് അവർക്ക് ഇങ്ങനെ തോന്നി. അങ്ങനെ ഏഞ്ചലിന് ഒരു ചെറിയ വുഡൻ റാഫ്റ്റില് കുറച്ച് വെള്ളവും ഫുഡും ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇട്ടു. അങ്ങനെ 3 days and sent him out to the sea. എന്നിട്ട് 3 ദിവസം അവിടെ നിർത്തിയിട്ട് അവരെ വിടാമെന്നൊക്കെ കരുതി നിർത്തി. പക്ഷേ അടുത്ത ദിവസം ആയപ്പോഴത്തേനും അവരുടെ ബാക്ക് യാർഡ് ഈ വുഡൻ റാഫ്റ്റിൽ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ വയസ്സായിട്ടുള്ള ആളെ, ഓൾഡ് മാനെ. അങ്ങനെ ബാക്ക് യാർഡിൽ പോയി നോക്കിയ സമയത്ത് ഒരുപാട് നെയ്ബേഴ്സ്, അവരുടെ അയൽവാസികളൊക്കെ ആ ചിക്കൻ കൂപ്പിന്റെ അടുത്ത്, അഥവാ നമ്മളുടെ ആളെ ഇട്ടിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു കൂപ്പിന്റെ അടുത്ത് ഏഞ്ചലിന്റെ ഫണ്ണാക്കിയിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പീപ്പിൾ were throwing food at him through the holes in the coop like he was an animal in a zoo. അങ്ങനെ ആളുകളൊക്കെ ഈ സർക്കസിന് ഉണ്ടാവുന്ന ആനിമൽസിന് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വലിച്ചെറിഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ ഈ ആളുകളൊക്കെ അയാൾക്ക് ഇങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. The news about the angel spread very fast. ഈ ഏഞ്ചലിനെ പറ്റിയിട്ടുള്ള ന്യൂസ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് സ്പ്രെഡായി. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത് ആളുടെ ആ പെലയുടെ വീടിന്റെ പുറകുവശം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിനെ പോലെ ആയിട്ട് മാറി. അത്രയും ആളുകളൊക്കെ അവിടെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പെലയും എലിസിന്റെക്കും പോലീസിനെയും ആ ക്രൗഡിനെ മാറ്റാനുള്ള ആളുകളൊക്കെ വിളിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു ഐഡിയ ഉണ്ടായി. അവരെന്ത് ചെയ്തു, അവരുടെ ആ യാർഡിന് ചുറ്റും ഒരു ഫെൻസ്, എന്താ പറയാ, ഒരു വേലി കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ 5 cent ചാർജിങ് 5 cents ഫോർ പീപ്പിൾ ടു കം ആൻഡ് സീ ദ ഏഞ്ചൽ. എന്നിട്ട് ആ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ ഒരു കച്ചവടമാക്കാമെന്ന് അവർ ഓർത്തു. അങ്ങനെ ക്യൂരിയസ് പീപ്പിൾ കെയിം ഫ്രം ഫാർ അവേ. ഒരുപാട് ദൂരത്തിൽ നിന്ന് ആളുകൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ട്, ഓൾഡ് മാൻ അഥവാ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് എത്തി. ഭയങ്കര സുഖമില്ലാത്ത ആളുകളൊക്കെ ഏഞ്ചലിനെ കണ്ട അസുഖം മാറുമെന്ന് വിചാരിച്ച് അയാളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട്, കാരണം സിക്കായിട്ടുള്ള കുട്ടീൻ്റെ അസുഖം മാറിയല്ലോ. അങ്ങനെ പെലയെയും എലിസിന്റെയും ഭയങ്കര ടയേർഡായി, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഒരു വീക്കിനകം തന്നെ അവരെന്ത് ചെയ്തു, അവരുടെ വീട് മുഴുവനും അവർക്ക് ഇഷ്ടം പോലെ കാശൊക്കെ കിട്ടി. അത്യാവശ്യം പൈസക്കാരാവാൻ വേണ്ടി തുടങ്ങി. പക്ഷേ പിന്നീടും കുറേ ആളുകൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അതൊരു ബിസി പ്ലേസ് ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. ആളുകൾ ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദ ഏഞ്ചൽ വാസ് ഓൺലി വൺ ഹൂ ഡിഡിൻ ഡു എനിത്തിങ്. പക്ഷെ ഏഞ്ചൽ മാത്രം ഒന്നും ചെയ്തില്ല. ഏഞ്ചൽ ഭയങ്കര സൈലന്റ് ആയി, ഇങ്ങനെ എന്താ പറയാ, പുള്ളിയുടെ പ്രത്യേക നേട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഹി ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ദ ചിക്കൻ കൂപ്പ്. ആ ചിക്കൻ കൂപ്പിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ദി ട്രൈ ടു ഫീഡ് ഹിം സം സ്മെല്ലി ബോൾസ് ടു കീപ് മോത്ത്സ് അവേ. സ്മെല്ലി ആയിട്ടുള്ള ബോൾസ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ വരുന്ന മോത്തില്ലേ, പ്രാണികളൊക്കെ ഇല്ലേ, അതിനെ കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി അയാൾ മഷി എഗ് പ്ലാന്റ് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് അതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായേ. അങ്ങനെ it seemed like only special thing about him was he was very patient. ആള് ഭയങ്കര പേഷ്യന്റ് ആയിരുന്നു. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള ആളായിരുന്നു. എന്തൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലും, ഇനി അവിടെയുള്ള കോഴികൾ, നമ്മൾ കോഴിക്കൂട്ടിലാണ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കോഴിക്കൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രം
ഉം, ഇട്ട് കഴിഞ്ഞാലും അതിലുള്ള കോഴികളൊക്കെ അയാളിങ്ങനെ കൊത്തിയിട്ടും ആളുടെ വിങ്സ് ഒക്കെ ഇങ്ങനെ പൊന്തിച്ച് നോക്കാനൊക്കെ ആളുകളും കോഴികളും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടും അയാള് ഭയങ്കര ക്ഷമയോടെയാണ് ആ ഓൾഡ് മാന് നിന്നിട്ടുണ്ടായിരുന്നത്, അഥവാ ഏഞ്ചൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫെദർ പൊക്കി നോക്കിയിട്ട് കാലിനെ തൊടാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരടുത്തും നല്ല ക്ഷമയോടെയാണ് ആള് നിന്നിട്ടുണ്ടായിരുന്നത്. അറൌണ്ട് ദാറ്റ് ടൈം എ ട്രാവലിംഗ് ഷോ കെയിം ടു ദെയർ ടൗൺ. ആ ഒരു സമയത്താണ് ഒരു ട്രാവലിംഗ് ഷോ അവരുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഒരു സ്പൈഡർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മിന്നൽ കാരണം, നമ്മൾ മിന്നൽ മുരളിയൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ സ്പൈഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ, ലൈറ്റ്നിങ് കാരണം, മിന്നൽ കാരണം സ്പൈഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീനെ കാണാനും ഇതുപോലെ ആ ഷോയിലുള്ള ആളുകൾ എന്ത് ചെയ്തു, ഒരു ചെറിയ എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഏഞ്ചലിനെ കാണാൻ ആളുകൾ വരുന്നത് പോലെ ആ പെണ്ണിനെയും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഒരു സ്ത്രീയെ കാണാൻ ഏഞ്ചലിനെ കാണുന്നതിനെക്കാട്ടിലും പൈസ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ആ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. And they could also ask her as all sort of questions about being a spider. ഒരു സ്പൈഡർ ആയതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കാനും മറ്റും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെലെയും എലിസന്റെയും ആളുകള് പോകുന്നതിന് അത്ര വലിയ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ആളുകൾ കുറവാണല്ലോ ഇപ്പോ. ഏഞ്ചലിനെ കാണാൻ അധികം ആളുകളൊന്നും വരുന്നില്ല. വിത്ത് ദ മണി ദേ ഹാഡ് സേവ്ഡ് ഫ്രം ദ ഏഞ്ചൽ, ദേ ബിൽറ്റ് എ ബിഗ് 2-story ഹൗസ് വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അങ്ങനെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ പൈസ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവര് വലിയ ഒരു 2 നില വീട് ഉണ്ടാക്കി അതിൽ ബാൽക്കണിയും ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തു അവര്. ഇറ്റ് ഈവൻ ഹാഡ് ഹൈ നെറ്റ് സോ ക്രാബ്സ് വുഡൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിന്റർ. അങ്ങനെ അതിന് വലിയ രീതിയിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തു. എന്നാൽ വിന്റർ സീസണിൽ ക്രാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്തേക്ക് വരില്ല. അയേൺ ബാറുകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്. അങ്ങനെ പെലെയോ എന്ത് ചെയ്തു? റാബിറ്റിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ട് അയാളുടെ ജോലി അയാൾ നിർത്തി. എലിസന്റെ എന്ത് ചെയ്തു? ഒരുപാട് ഫാൻസി ഷൂസും ഒരുപാട് സിൽക്കി ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവര് ആകെ നോക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾഡ് ചിക്കൻ കൂപ്പ് മാത്രമാണ്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. എന്നാൽ ആ ചിക്കൻ കൂപ്പ് മാത്രം അവര് നോക്കിയില്ല. ദ സ്മെല്ലി പൂപ്പ് ഫ്രം ദ കൂപ്പ് വാസ് മേക്കിംഗ് ദിയർ ന്യൂ ഹൗസ് സ്മെൽ ബാഡ്. പക്ഷെ ആ ചിക്കൻ കൂപ്പ് അവരൊന്നും വൃത്തിയാക്കാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ നിന്നതുകൊണ്ട് അതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവരുടെ കുട്ടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണല്ലോ, ചെറിയ കുട്ടിയാണല്ലോ. നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ദേ വെർ കെയർഫുൾ നോട്ട് ടു ലെറ്റ് ഹിം ഗോ നിയർ ദ കൂപ്പ്. ആ ഒരു കൂപ്പില്ലേ, കോഴിക്കൂടില്ലേ, അതിൻ്റെ അടുത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവര് അവിടേക്ക് പോകുന്നത് അങ്ങനെ തടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് സെറ്റ് ഓഫ് ടീത്ത്. അങ്ങനെ പാൽപ്പല്ല് വരുമല്ലോ ആദ്യം. ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് ടീത്ത് വരുമ്പോഴത്തേനും ഹി വുഡ് ഗോ ഇൻസൈഡ് ദ ബ്രോക്കൺ ചിക്കൻ കൂപ്പ് ടു പ്ലേ. ആ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കുട്ടി. ദെൻ ബോത്ത് ദ ചൈൽഡ് ആൻഡ് ദ ഏഞ്ചൽ ഗോട്ട് ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് തന്നെ അത് വൃത്തിയില്ലാത്തൊരു പ്ലേസിലായതുകൊണ്ട് തന്നെ കുട്ടിക്കും ഏഞ്ചലിനും ഒരുപോലെ ചിക്കൻ പോക്സ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമുക്കറിയാലോ ചിക്കൻ പോക്സ് ഒരു അസുഖമാണെന്ന്. അത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഡോക്ടർ who took care of the child couldn't help but listen to the angel's heart. അങ്ങനെ കുട്ടീനെയും ആ ഒരു ഏഞ്ചലിനെയും ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഹി ഹേർഡ് എ ലോട്ട് ഓഫ് വിസ്ലിംഗ് സൗണ്ട്സ് ഇൻ ദ ഹാർട്ട് ആൻഡ് സ്ട്രേഞ്ച് നോയ്സസ് ഇൻ ഹിസ് കിഡ്നീസ്. അങ്ങനെ ഏഞ്ചലിന്റെ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സൗണ്ടുകളും സ്ട്രേഞ്ച് ആയിട്ടുള്ള നോയ്സ് ഒക്കെ കിഡ്നിയിൽ നിന്ന് വരുന്നതും കേട്ടു. ബട്ട് വാസ് സർപ്രൈസ്ഡ് ഹിം ദ മോസ്റ്റ് വാസ് ഹൗ നോർമൽ ദ വിങ്സ് ലുക്ക്ഡ് ഓൺ ഏഞ്ചൽസ് ഹ്യൂമൻ ബോഡി. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി ആണെന്നുണ്ടെങ്കിലും ആ ഹ്യൂമൻ ബോഡിയിലുള്ള വിങ്സ് എത്രമാത്രം നോർമൽ ആയിട്ട് പെട്ടെന്ന് കാണുമ്പോൾ അത് ഫിറ്റ് ചെയ്തതാണെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ളതാണെന്നൊന്നും തോന്നൂല. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു വിങ്സ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വെൻ ദി ചൈൽഡ് സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ, ഈ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് സണ്ണും റെയിനും ഒക്കെ ചിക്കൻ കൂപ്പിനെ എന്താക്കാൻ തുടങ്ങി, ഫോൾ അപ്പാർട്ട് ആക്കാൻ തുടങ്ങി, അതായത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഏഞ്ചൽ സ്റ്റാർട്ടഡ് ക്രോളിങ് അറൌണ്ട് ലൈക്ക് എ സിക്ക് ഡൈയിങ് സ്ട്രേ ഡോഗ്. അങ്ങനെ ആ ഒരു ഏഞ്ചൽ, അതിനകത്തുള്ള നമ്മുടെ ഓൾഡ് മാന് ഏഞ്ചല് ഭയങ്കര സിക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു സ്ട്രേ ഡോഗ്, ഒരു വയ്യാത്തൊരു നായനെ പോലെ ഇങ്ങനെ ഇഴയാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അങ്ങനെ ഇറ്റ് സീം ലൈക്ക് ഹി വാസ് എവ്രിവെയർ അറ്റ് വൺസ്. ആ രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൾക്ക് തിന്നാൻ പറ്റുന്നില്ല, കണ്ണ് നല്ലപോലെ നോക്കാൻ പറ്റുന്നില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മൂടലൊക്കെ ആൾക്ക് അനുഭവപ്പെട്ടു. പെലയോ എന്ത് ചെയ്തു? ഒരു ബ്ലാങ്കറ്റ് ആളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഷെഡിൽ കടക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. ഓൺലി ദെൻ ദേ ഡിഡ് നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ഫീവർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ആൾക്ക് രാത്രി പനിയുണ്ട് എന്നുള്ളത്, രാത്രി പനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ടും ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം ഇയാൾ മരിക്കാൻ പോവാണെന്ന് തോന്നി. പക്ഷേ ആള് മരിച്ചില്ല. പിന്നീട് പതിയെ പതിയെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, വെതർ മാറുന്നതിനനുസരിച്ച്, ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ കുറേ ദിവസം പിന്നീടും അങ്ങനെ അങ്ങനെ അയാൾ കഴിച്ചുകൂട്ടി. ബാക്ക് യാർഡിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് ഡിസംബർ ആയ സമയത്ത് ബിഗ് സ്റ്റിഫ് ഫെതേഴ്സ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഓൺ ഹിസ് വിങ്സ്. ആളുടെ വിങ്ങിൽ, ആളുടെ ആ ഒരു ചിറകുണ്ടല്ലോ, അതിൽ പിന്നീടും ഫെതേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കട്ടിയിൽ ഫെതേഴ്സ് ഒക്കെ വന്ന് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എലസിൻഡ ഒനിയൻസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കിച്ചണിൽ നിന്ന്. ആ സമയത്ത് നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിൻഡോയിലൂടെ നോക്കിയ സമയത്ത് ഏഞ്ചൽ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അന്ന് ആ ഒരു എന്താണ്, ഏഞ്ചലിന്റെ വിങ്സ് മഡിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനുശേഷം ഏഞ്ചലിന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ പതിയെ പതിയെ പറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കണ്ടു. ഹി വാസ് സോ ക്ലംസി ദാറ്റ് ഹി ഓൾമോസ്റ്റ് നോക്ക് ഡൗൺ ദ ഷെഡ് ബിക്കോസ് ഹി കുഡിൻ ക്യാച്ച് ദ എയർ, ബട്ട് ദെൻ ഹി ഫൈനലി മാനേജ് ടു ഫ്ലൈ അപ്പ് ഹൈ. അങ്ങനെ പതിയെ പതിയെ ശ്രമിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം വീഴാൻ പോയി, അവിടെയും ഇവിടെയും തട്ടി ഒക്കെ പോയി. അങ്ങനെ എയറിന് കൂടെ പറക്കാൻ കഴിയുന്നില്ല. പിന്നീട് പതിയെ 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 ട്രൈ ചെയ്ത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ എലസന്റയ്ക്ക് അപ്പം ആശ്വാസമായി. അവര് ഇങ്ങനെ ഏഞ്ചലിനെ ഇങ്ങനെ നോക്കി നിന്നു. ഏഞ്ചലിനെ കണ്ടപ്പോഴും ഏഞ്ചലിനെ ഇങ്ങനെ നോക്കി നിന്നു. അവർ ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഏഞ്ചൽ ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓരോ ഹൗസസിന്റെ മേലെ കൂടെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ നോക്കി. ഹി വാസ് ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ് ഇൻ എ ഷേക്കി വേ ലൈക്ക് ആൻ ഓൾ സിക്ക് ബേർഡ്. ഒരു പഴയ പക്ഷി, ഒരു വയസ്സായ ഒരു പക്ഷി പറക്കാൻ ശ്രമിക്കുന്നത് പോലെ ആളും ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് നോക്കി ഏഞ്ചല്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ ആഫ്റ്റർ ഫിനിഷ്ഡ് കട്ടിങ് ദ ഓണിയൻസ് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് പറക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നു. എന്നിട്ട് അവസാനമായിട്ട് ഒരു പൊട്ടായി അതിനെ കാണാൻ പോകാൻ പറ്റാത്ത അത്രയും ദൂരത്ത് അത് പറന്നു പോകുന്നത് വരെ എലസെന്റ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതാണ് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് ഈ മാജിക്കൽ റിയലിസം. ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഈ മാജിക്കൽ റിയലിസം ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ് നമ്മുടെ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റീനെയും ഫാന്റസീനെയും കൂടെ മിക്സ് ചെയ്യുക. ഇവിടെ റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ള പെലയോ, അതുപോലെ എലിസിൻഡ, അതിലുള്ള സിക്ക് ആയിട്ടുള്ള കുട്ടിയൊക്കെ. പക്ഷെ ഈ വിങ്സ് ഉള്ള ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഒരു അൺറിയൽ ആയിട്ടുള്ള തിങ് അല്ലേ, മാജിക്കൽ ആയിട്ടുള്ള എലമെന്റ് അല്ലേ. അപ്പൊ ഈ മാജിക്കലും റിയലിസവും കൂടെ കൂടുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ ഒരുപാട് പുതിയ വേർഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു വേർഡ്സിന്റെ ഒക്കെ അർത്ഥങ്ങൾ നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും വാക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാതരം സംശയങ്ങളും. ഇനി ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായവും നിങ്ങൾ ക്ലാസ്സിന്റെ താഴെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ടെക്സ്റ്റിനെ വളരെ ചെറിയ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.